കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ശാപത്തിലേക്കുള്ള വഴി പാപമാണ് എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. എനിക്കറിയത്തില്ല എത്ര പേർക്ക് അത് ഒരു എൻകറേജ്മെൻറ്റാണ്. എൻകറേജ്മെൻറ്റിനേക്കാൾ ഉപരിയായി നമുക്കൊരു അലേർട്ടാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ദൈവവചനത്തിൽ നിന്ന് ആസ്പദമാക്കി കേൾക്കുവാൻ ഇടയായിത്തീർന്നു. വലിയവനായ ദൈവത്തോട് തന്നെ നന്ദി കരയറ്റുകയാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു പാസേജ് തന്നെയാണ് ഇന്നും എടുക്കുവാൻ താല്പര്യപ്പെടുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാത്രവുമല്ല അല്പം ഭയാനകവും ആയ ഒരു വേദഭാഗമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. എല്ലാവരും വളരെ ശ്രദ്ധയോടെ വേണം അത് കേൾക്കാൻ എന്ന് ആത്മാർത്ഥമായിട്ട് ചോദിക്കുകയാണ്. ഇന്നത്തെ മെസ്സേജിന് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് മോഡൽ ഓഫ് എ കേഴ്സ് ഫ്രീ ചർച്ച്. ഹല്ലേലൂയ. ശാപവിമുക്തമായ ഒരു സഭയുടെ മാതൃക എന്താണ് എന്നതാണ് ഇന്നത്തെ ചിന്താ വിഷയം. നമുക്കതിനാധാരമായിട്ട് ഒരു വേദവാക്യം നമുക്ക് വായിച്ച് കേൾക്കാം. മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ വാക്യം, അതിൻ്റെ 25-ാമത്തെ അധ്യായം, അതിൻ്റെ 41-ാമത്തെ വാക്യം നമുക്ക് ശ്രദ്ധിക്കാം. എല്ലാവരും വളരെ ശ്രദ്ധയോടെ ആയിരിക്കണമേ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ആർക്കെങ്കിലും ഉറക്കമൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒന്ന് തട്ടി ഒരു എക്സസൈസൊക്കെ ചെയ്തിട്ട് എല്ലാവരും ഇരിക്കണം വളരെ ഗൗരവത്തോടെ. കാരണം നമ്മൾ ചിന്തിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനം ദൈവശ്വാസീയമാണ്. അത് ദൈവശ്വാസീയമാണെന്ന് പറയുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? എന്തെങ്കിലും ദൈവശ്വാസത്തെക്കുറിച്ച് പറഞ്ഞതാ? ദൈവം ഉണ്ടാക്കിയ കളിമണ്ണ് ഒരു മനുഷ്യൻ്റെ രൂപത്തിലായിരുന്നു. എന്നാൽ ആ കളിമണ്ണിൻ്റെ മേലെ ദൈവം ശ്വാസം ഊതിയപ്പോൾ കളിമണ്ണ് ജീവനുള്ള ദൈവത്തിൻ്റെ ഛായയിലുള്ള ഒരു മനുഷ്യനായി മാറി. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ദൈവശ്വാസീയമായ വചനം നാം കേൾക്കുകയും നമ്മൾ അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുമ്പോൾ നാം ഹല്ലേലൂയ നമ്മുടെ എന്തെങ്കിലും കളിമണ്ണിൻ്റേതായ അവസ്ഥകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിയിട്ട് ജീവൻ മാത്രവുമല്ല ദൈവത്തിൻ്റെ ഛായയിലുള്ള മനുഷ്യനായിട്ട് മാറുവാൻ ദൈവം നമ്മെ സഹായിക്കും. അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് നമ്മൾ ഇരിക്കണം. ഒന്നുകൂടെ വായിച്ചാട്ടെ. മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായം 41-ാമത്തെ വാക്യം. പിന്നെ അവൻ ഇടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യ അഗ്നിയിലേക്ക് പോകുവിൻ. ഇവിടെ പറഞ്ഞത് യേശുവാണ്, നമ്മുടെ രക്ഷിതാവാണ്, നമ്മുടെ രക്ഷകനാണ്. പറഞ്ഞത് വളരെ ഗൗരവമേറിയ ഒരു കാര്യമാണ്. എന്താ പറഞ്ഞത്? പിന്നെ അവൻ ഇടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യ അഗ്നിയിലേക്ക് പോകുവിൻ. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത് നമ്മൾ പാപം ശാപത്തിന് കാരണമായി തീരുന്നു. എന്നാൽ ഇവിടെ പുതിയ നിയമത്തിൽ ശാപത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരു വേദവാക്യമാണിത്. കാരണം യേശു തന്നെ പറയുകയാണ്. മാത്രവുമല്ല അതിൻ്റെ പ്രൊനൗൺസ്മെൻ്റ് എന്ന് പറയുന്നത്, പ്രഖ്യാപനം എന്ന് പറയുന്നത്, നിങ്ങൾ നിത്യ അഗ്നിയിലേക്ക് പോകും എന്നുള്ളതാണ്. അതായത് നിത്യമായ എന്ന് വെച്ചാൽ കെടാത്ത അഗ്നി എന്ന് പറയുന്നത് ദ ഫൈനൽ ജഡ്ജ്മെൻറ്റ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട്. അപ്പോൾ ഒരു വളരെ ശക്തവത്തായ എന്നാൽ വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പദമാണ് അവിടെ ഉപയോഗിച്ചത്. അതുമാത്രമല്ല, അത് ഉപയോഗിച്ചത് ആരാണ്? യേശുവാണ്. എന്നാൽ ചർച്ചിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ഈ ഭാഗം നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് മാറ്റി നിർത്തും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പറയുന്നത് യേശു രാജാവായിട്ട് വന്ന് നിൽക്കുന്ന സമയത്താണ്. ആ സമയത്ത് യേശുവിൻ്റെ സഭ മണവാട്ടി അവിടെ ഓൾറെഡി എടുക്കപ്പെട്ടു എന്ന് നാം വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഈ ഭാഗം നമ്മളങ്ങ് പെട്ടെന്ന് വായിച്ചു വിടും. കാരണം നമ്മൾ ഓൾറെഡി എടുക്കപ്പെട്ടല്ലോ. അതുകൊണ്ട് ഇവിടെ ഇനിയിപ്പം ഈ പറയുന്ന കാര്യം ഒന്നും നമുക്ക് അത്ര ബാധകമല്ല എന്നുള്ളത് ആണ് നമ്മുടെ പെട്ടെന്നുള്ള ചിന്താഗതി. ഒരു തരത്തിൽ അത് ശരി തന്നെയാണ്, ഇല്ല എന്ന് പറയുന്നില്ല.
പിന്നെ അവിടെ നമുക്ക് മലയാളത്തിലൊരു ചെറിയ അക്ഷര പിശക് വന്നിട്ടുണ്ട്. അവിടെ ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ ഒന്നാമത്തെ, ഇത് തുടക്കം 31 വാക്യമാണെന്ന് തോന്നുന്നു. ഒന്നിടാമോ? മനുഷ്യപുത്രൻ തൻ്റെ തേജസ്സോടെ സകല വിശുദ്ധന്മാരുമായി വരുമ്പോൾ അവൻ തൻ്റെ തേജസ്. അപ്പോൾ ഇതാണ് നമുക്ക് സഭയ്ക്കൊരു ആശ്വാസമുള്ളത്. കാരണം അവിടെ വരുമ്പോൾ തൻ്റെ വിശുദ്ധരുമായിട്ടാണല്ലോ വരുന്നത്, അന്നേരമാണല്ലോ ഇത് പറയുന്നത്. അപ്പം നമ്മൾ ആരാണ്? കേൾവിക്കാരാണ്. നമ്മൾ ഈ പറയുന്ന നമ്മളെ ബാധിക്കത്തില്ല എന്ന ചിന്ത. പക്ഷെ അവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. കാരണം ഇംഗ്ലീഷിൽ അത് പറഞ്ഞിരിക്കുന്നത് വിശുദ്ധർ എന്നല്ല, ഏഞ്ചൽസ് എന്നാണ്, അല്ലേ? ഹോളി ഏഞ്ചൽസ് എന്നാണ്, വിശുദ്ധരല്ല. അത് ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുള്ളതാണ്. പക്ഷേ നമ്മൾ അന്നേരം എടുക്കപ്പെട്ടിട്ടുണ്ട്. നമ്മളെന്ന് ഉദ്ദേശിച്ചത് യേശുവിൻ്റെ മണവാട്ടിയായിരിക്കുന്ന സഭ എടുക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് സംശയമില്ല. ഞാൻ പറഞ്ഞു വന്നത്, അത് കാരണം കൊണ്ട് ഈ വേദവാക്യം നമ്മൾ അല്പം ഒന്ന് അത്ര സീരിയസ് ആയിട്ട് എടുക്കാൻ വഴിയില്ല. ചിലപ്പോൾ മാറ്റി നിർത്താനായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും എന്തുണ്ട് അവിടെ ഉണ്ട്. അത് രാജ്യങ്ങളെ ന്യായം വിധിക്കുന്ന ഒരു സമയമായിട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അത്ര ശ്രദ്ധിക്കാറില്ല. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചൊരു വിഷയമെന്ന് പറയുന്നത്, അവിടെ യേശു അവരെ ശപിക്കുകയാണ്. ലിറ്ററലി യേശുവാണ് അത് ചെയ്യുന്നത്, തിരിച്ചെടുക്കാനൊന്നും പറ്റത്തില്ല. എന്നാൽ അവിടെ ശപിക്കാൻ കാരണം എന്താണെന്ന് നമ്മൾ നോക്കുന്നത് നല്ലതാണ്. എന്താണത് കാരണം? ഒറ്റ വിഷയമേ അവിടെ എടുത്തു പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ ഒരു ലിസ്റ്റൊന്നും കൊടുത്തിട്ടില്ല. നിങ്ങളിങ്ങനെ ചെയ്തു, നിങ്ങൾ ആളെ കൊന്നു, നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, നിങ്ങൾ ഞാൻ പറഞ്ഞ അനുസരിച്ചില്ല, ആരാധനയ്ക്ക് വന്നപ്പോൾ ഉറങ്ങി, അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നും അവിടെ ഒരു ലിസ്റ്റൊന്നും അവിടെ കൊടുത്തിട്ടില്ല. പക്ഷേ ഒറ്റ കാര്യമാണ് അവിടെ നേഷൻസിനെ ജഡ്ജ് ചെയ്യുമ്പോൾ യേശു പറഞ്ഞ കാര്യം. ഒരേ ഒരു കാര്യം. എന്താണത്? നിങ്ങൾ എന്ത് ചെയ്തില്ല? നമ്മൾ ആ വേദവാക്യം നമ്മൾ വായിക്കുന്ന നല്ലതാണ്. നമുക്ക് ഒന്ന് വായിക്കാം. വാസ്തവത്തിൽ അതൊന്ന് വായിക്കുന്ന നല്ലതാണ്. അതിൻ്റെ വായിച്ചാട്ട് 41 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ. പിന്നെ അവൻ ഇടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യ അഗ്നിയിലേക്ക് പോകുവീൻ. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നില്ല. ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നില്ല. അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടില്ല. നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല. രോഗിയും തടവിലും ആയിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നില്ല എന്ന് ഞാൻ അരുളി ചെയ്യും. അതിനവർ, കർത്താവേ, ഞങ്ങൾ നിന്നെ വിശക്കുന്നവനോ ദാഹിക്കുന്നവനോ അതിഥിയായോ നഗ്നനോ രോഗിയോ തടവിലായി എപ്പോൾ കണ്ടു നിനക്ക് ശുശ്രൂഷ ചെയ്യാതിരുന്നു എന്ന് ഉത്തരം പറയും. അവൻ അവരോട്, ഈ ഏറ്റവും ചെറിയവരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്യാതിരുന്നിടത്തോളമെല്ലാം എനിക്ക് ആകുന്നു ചെയ്യാഞ്ഞു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് ഉത്തരം അരുളും. ഇവർ നിത്യദണ്ഡനത്തിനും നീതിമാന്മാർ നിത്യജീവങ്കിലേക്കും പോകും. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന വിഷയം വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്, യേശു അവിടെ വിശന്നിട്ടും അല്ലെങ്കിൽ ഭക്ഷണമില്ലാതെയും അല്ലെങ്കിൽ നഗ്നനായും അല്ലെങ്കിൽ പലതരത്തിൽ യേശു അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ അത് അവർ യേശുവിന് വേണ്ടി ഇത് ചെയ്തില്ല എന്നതാണ് ഇവിടുത്തെ ഒരു കുറ്റമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവർ തന്നെ ചോദിക്കുന്നുണ്ട്, എപ്പോഴാണ് ഞങ്ങൾ നിന്നെ യേശുവിനെ കണ്ടത്? അപ്പോൾ യേശു പറഞ്ഞ മറ്റൊരു കാര്യം, നിങ്ങൾ ഏറ്റവും ചെറിയവനിൽ ഒരുവനിൽ നിങ്ങളിത് ചെയ്യാതിരുന്നപ്പോൾ, ലിസ്റ്റ് എമംഗ് യു, നിങ്ങളിൽ ഒരു ഏറ്റവും ചെറിയവനെ നിങ്ങളിത് ചെയ്യാതിരുന്നപ്പോൾ നിങ്ങൾ എനിക്കാണ് ചെയ്യാതിരുന്നത്. അപ്പോൾ യേശുവിന് വേണ്ടി അവിടെ ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് നമുക്ക് നല്ല വ്യക്തമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ദാഹിച്ചു, കുടിപ്പാൻ തന്നില്ല, ഭക്ഷിപ്പാൻ തന്നില്ല, അല്ലേ, ഞാൻ അതിഥിയായിരുന്നു, ചേർത്തുകൊണ്ടില്ല, അതുപോലെ തന്നെ ഉടുപ്പിച്ചില്ല, തടവിലായിരുന്നു, നിങ്ങൾ കണ്ടില്ല. ഇതൊക്കെയാണ് വിഷയങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന പാപം, കള്ളു കുടിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ വേറെ പല ഇതൊക്കെ ഒന്നല്ല വിഷയം ഇവിടുത്തെ. അപ്പോൾ എന്തുകൊണ്ടാണ് യേശു ഈ ഒരു വിഷയം മാത്രമാണ് അവിടെ ജഡ്ജ്മെൻറ്റിന് വെച്ചിരിക്കുന്നത്? ഈ ഒരു കാര്യം മാത്രം പറഞ്ഞിട്ട് യേശു പറയാണ്, ഓക്കെ, യു ഗോ ടു ദി ഇറ്റേണൽ ഫയർ. അപ്പോൾ എന്തുകൊണ്ടാണ് യേശു ആ കാര്യം പറഞ്ഞത്? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ടല്ലേ അത് യേശു അങ്ങനെ പറഞ്ഞത്? നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാര്യം പറഞ്ഞത് ആരോടാണ്? നേഷൻസിനോടാണ്. ജഡ്ജ്മെൻ്റാണ് യേശുവിൻ്റെ. എന്നാലും നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അവിടുത്തെ ചില കാര്യങ്ങൾ ഞാൻ എടുത്തു പറയാം. ഒന്ന്, അവർ കുറ്റക്കാരാണ്, പക്ഷേ യേശു
ആണ് ഇത് എന്ന് അവർ അറിഞ്ഞിട്ടില്ല. അവരെന്താന്ന് അവർക്കറിയത്തില്ലായിരുന്നു ഇത് യേശു ആണെന്ന്. ഒരുപക്ഷെ യേശുവാണ് അവരോട് ചോദിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ അവർ കൊടുത്തേനെ. അപ്പോൾ അവരുടെ മിസ്റ്റേക്കിൻ്റെ സീരിയസ്നെസ് നമ്മളൊന്ന് മനസ്സിലാക്കണം. അവർ ഇത് അറിഞ്ഞിട്ട് ചെയ്യാതിരുന്നവരല്ല, അവരറിഞ്ഞിട്ടില്ല. പക്ഷേ യേശു പറഞ്ഞു, നിങ്ങളിൽ ഏറ്റവും ചെറിയവനെ ഒരുവനെ നിങ്ങൾ ചെയ്യാതിരുന്നപ്പോൾ എനിക്കാണ് നിങ്ങളത് ചെയ്യാതിരുന്നത്. ഹല്ലേലൂയ, എനിക്കാണ് നിങ്ങളത് ചെയ്യാതിരുന്നത്. അപ്പോൾ ഏറ്റവും ഒന്നാമത്തെ കാര്യം യേശുവിനാണെന്ന് അവർക്ക് അറിയത്തില്ലായിരുന്നു. ഇനി അവർ ഒരുപക്ഷെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ഫ്രണ്ടിനൊക്കെ അവർ ഒരുപക്ഷെ ചെയ്തു കാണും, അല്ലേ? നമ്മുടെ ഫാമിലിക്കോ അല്ലെങ്കിൽ കുറച്ച് ആളുകൾക്കൊക്കെ നമ്മൾ ചെയ്തു കാണും ചിലപ്പോൾ. പക്ഷേ ഇവിടുത്തെ രണ്ടാമത്തെ കുറ്റം എന്ന് പറയുന്നത് അവിടുത്തെ ഏറ്റവും ചെറിയവന് നിങ്ങൾ ചെയ്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് നോക്കണം, അതിൻ്റെ സീരിയസ്നെസ് നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, യേശുവിനാണ് ചെയ്യുന്നതെന്ന് അവർക്ക് അറിയത്തില്ല, എന്നിട്ടും അവർ കുറ്റക്കാരായി. അവരുടെ ശിക്ഷ എന്താണ്? നിത്യ അഗ്നിയാണ്. അപ്പോൾ യേശുവിനാണെന്ന് അറിയാത്തതൊന്ന്, എന്നിട്ടും അവർ ചെയ്തില്ലെന്നുള്ള കുറ്റം. രണ്ട്, പലർക്കും ചെയ്തെങ്കിലും ഏറ്റവും ചെറിയ ഒരുവന് ചെയ്തില്ല എന്നുള്ളത്, അതും ഒരു വലിയ മിസ്റ്റേക്കായിട്ടാണ് യേശു കണ്ടിരിക്കുന്നത്. ഇനി ഇതിനേക്കാളൊക്കെ അപ്പുറമായിട്ട് മറ്റൊരു കാര്യം കൂടെ അവിടെയുണ്ട്. എന്താണെന്നറിയാമോ? ഇങ്ങനെയൊക്കെ ആയിട്ടും തങ്ങളുടെ ജീവിതത്തിൽ ഇത് ചെയ്തവർ ചിലരുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ആവശ്യമുണ്ട് അവിടെ. കാരണം അന്ന് യേശു ജഡ്ജ് ചെയ്തപ്പോൾ കുറച്ച് പേരെ വലത്തുഭാഗത്തുണ്ട്. എന്ന് വെച്ചാൽ യേശുവിനാണ് എന്ന് അറിയാതെയും ഏറ്റവും ചെറിയവനാണെന്ന് മനസ്സിലാക്കിയിട്ടും ഇത് ചെയ്ത ചിലർ അന്നുണ്ടായിരുന്നു. എന്നാണിത്? സഭ ഇവിടെ നിന്ന് എടുക്കപ്പെട്ടു. പിന്നെയുള്ളത് എന്താണ് നമുക്കറിയാം? പെർസിക്യൂഷനാണ്. ഇവിടെ ഏറ്റവും വലിയ പ്രശ്നത്തിൻ്റെ നാളുകളാണ്. അപ്പോൾ യേശു ന്യായം വിധിക്കുമ്പോൾ ഈ പ്രയാസത്തിൻ്റെ തീച്ചൂളയിൽ കടന്നു പോകുന്നതിനിടയിൽ ഏറ്റവും നിസാരനായിട്ട് ആവശ്യത്തോടെ ഇരിക്കുന്ന ചിലരെ കണ്ട മനുഷ്യർ അന്ന് ജീവിച്ചിരുന്നു. അവരത് ചെയ്തത് യേശുവിന് വേണ്ടിയാണെന്ന് പോലും അവർ അറിഞ്ഞിട്ടില്ല. കാരണം അവരും ചോദിക്കുകയാണ്, അയ്യോ നീ എപ്പോഴാണ് വന്നത്? ഞങ്ങൾ കണ്ടില്ലല്ലോ. അപ്പോൾ യേശു പറഞ്ഞു, നിങ്ങൾ ഏറ്റവും ചെറിയവനെ നിങ്ങൾ ചെയ്തപ്പോൾ എനിക്കാണ് നിങ്ങൾ ചെയ്തത്. അപ്പോൾ എൻ്റെ ചോദ്യം, ഇത് സംഭവിക്കുന്ന സമയത്ത് ഈ സഭ അവിടെയുണ്ട്, ഞാനും നിങ്ങളും അടങ്ങുന്ന സഭ. നമ്മുടെ സാഹചര്യം ഒന്ന് ചിന്തിച്ച് നോക്കണേ. യേശു ജഡ്ജ് ചെയ്യുകയാണ്. ആരെയാണ്? നേഷൻസിനെ ജഡ്ജ് ചെയ്യുകയാണ്. ജഡ്ജ് ചെയ്യുമ്പോൾ യേശു പറഞ്ഞ കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. അപ്പോൾ സഭ അവിടെ നിന്ന് ഞാനും ചിലപ്പോൾ എൻ്റെ ഭാര്യ, ഞങ്ങൾ രണ്ടുപേരും ഉണ്ട്, ഞങ്ങൾ ചോദിക്കാം, അയ്യോ ഇങ്ങനെയൊക്കെ ചെയ്യണമായിരുന്നോ? നമ്മളിങ്ങനെയാണോ അന്നേരം കേൾക്കും? നമ്മുടെ റെസ്പോൺസ് എന്തായിരിക്കും? ഏറ്റവും ചെറിയവന് നമുക്ക് മനസ്സിലാകത്തുമില്ല ഇത് യേശുവിന് വേണ്ടിയാണെന്ന്. എന്നാലും ഏറ്റവും ചെറിയവന് നമ്മൾ ഇതൊക്കെ ചെയ്യണമായിരുന്നോ? അയ്യോ, അല്ല അതെ, ഈ നിൽക്കുന്നവരിൽ കുറച്ച് പേര് അങ്ങനെ ചെയ്തവരും ഉണ്ടല്ലോ. ഓ ഭാഗ്യം, നമ്മൾ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു, അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു എന്നായിരിക്കുമോ ഞാനും നിങ്ങളും ചിന്തിക്കുന്നത്? ഞാനൊരു കാര്യം പറയാം, ഒരിക്കലുമല്ല. അവിടെ നിൽക്കുന്ന സഭ അന്നേരം യേശുവിനോട് കൂടെ ആമേൻ ആമേൻ എന്ന് പറയുന്ന അറിഞ്ഞ് തിരിച്ചറിവുള്ള വ്യക്തികളാണ് അവിടെ സഭയായിട്ട് അവിടെ ഉണ്ടാകുക. അവർ പറയും കൈപൊക്കിയിട്ട് ആമേൻ ആമേൻ എന്ന്. അതുകൊണ്ട് സഭയായിരിക്കുന്ന ആരും എനിക്ക് തോന്നുന്നില്ല അവിടെ സർപ്രൈസോടുകൂടെ അവിടെ നിൽക്കുമെന്ന്. കാരണം യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു എന്ന ഒറ്റ കാരണത്താൽ എനിക്കിതിലൊന്നും ബാധകമല്ല എന്ന് നാം പറയുന്നത് ഒരിക്കലും ശരിയല്ല. കാരണം സഭയാൽ കഴിയാത്ത ഒരു കാര്യത്തെ വെച്ചുകൊണ്ട്
യേശു നാഷനെ ജഡ്ജ് ചെയ്യത്തില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സഭയ്ക്ക് ചെയ്യാൻ കഴിയാത്ത, സഭ പ്രാപ്തിയില്ലാത്ത ഒരു കാര്യത്തെ വെച്ചുകൊണ്ട് യേശു രാജ്യങ്ങളെ ന്യായം വിധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധയോടെ വേണം ഈ വാക്യം വായിച്ച് വിടാനായിട്ട്. സ്തോത്രം. അപ്പോൾ നമ്മൾ പറയും യേശുവിനോട് കൂടെ ചേർന്ന്, യെസ്, ഇവർ നാശയോഗ്യരാണ്, ഇവർ ആ നന്മയ്ക്ക് അവകാശികളാണ് എന്ന് ഞാനും നിങ്ങളും അവനോടുകൂടെ പറയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം യേശു സഭയെക്കുറിച്ച്, എൻ്റെ ചിന്തയാണ് കേട്ടോ, ഇതിനേക്കാൾ വലുതാണ് യേശു എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഹല്ലേലൂയ. എന്നെയും നിങ്ങളെയും കുറിച്ച് യേശു എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇതിനേക്കാൾ വലുതാണെന്ന് തിരിച്ചറിഞ്ഞ് അവനെ സേവിക്കുകയും സ്നേഹിക്കുകയും പിൻപറ്റുകയും ചെയ്യുന്നവരാണ് സഭ. ചില കാരണങ്ങൾ അതിനുവേണ്ടി ഞാൻ പറയാം. സ്തോത്രം. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യേശുവിന് ആണ് എന്ന് അറിയാതെ തങ്ങളുടെ മുന്നിൽ കണ്ട ഏറ്റവും ചെറിയവരുടെ ആവശ്യങ്ങളെ പരിഗണിച്ച ചിലർ അന്നും ഉണ്ടായിരുന്നു. ഈ പെർസിക്യൂഷൻ്റെ സമയത്തും ഈ ഏറ്റവും പ്രയാസമുള്ള സമയത്തും അന്നും ഉണ്ടായിരുന്നു. എന്ത്? യേശുവിനെ ആണെന്ന് അറിയാതെ ഏറ്റവും ചെറിയവനെ കണ്ടപ്പോൾ അവൻ്റെ ആവശ്യങ്ങളെ മീറ്റ് ചെയ്ത ചില വ്യക്തികൾ അന്നുണ്ടായിരുന്നെങ്കിൽ ഐ ബിലീവ് സഭയെക്കുറിച്ച് യേശുവിൻ്റെ എക്സ്പെക്റ്റേഷൻ അതായിരുന്നു. ഒന്ന്. രണ്ടാമത്, സഭയ്ക്ക് അറിയാം എന്ന് വെച്ചാൽ എനിക്കും നിങ്ങൾക്കും അറിയാം എന്ത്? ഞാൻ ഇന്ന് ഒരു ചെറിയവനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഐ ആം ഡൂയിങ് ഇറ്റ് ഫോർ ക്രൈസ്റ്റ്. ഉണ്ടോ? ഞാൻ വിശ്വസിക്കുന്നു സഭയ്ക്കറിയാം ഞാൻ ഇന്ന് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ, ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഐ ആം ഡൂയിങ് ഇറ്റ് ഫോർ ക്രൈസ്റ്റ്. എന്നിട്ടും ചെയ്യാതിരുന്നാൽ അവരെ ജഡ്ജ് ചെയ്ത് എന്താണെന്ന് അവർക്കത് അറിയത്തില്ല. They do not know that they are doing it for Christ. Still, they didn't consider the least and they were cursed. And the penalty is eternal fire. അങ്ങനെയാണെങ്കിൽ സഭ വളരെ സീരിയസ് ആയിട്ട് യേശുവിനെ പിൻപറ്റേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. അപ്പോൾ അവരിത് യേശുവിനാണെന്ന് അറിയാതെ അവർ ചെയ്യാതിരുന്നത് കൊണ്ട് അവർക്ക് ശിക്ഷ ലഭിച്ചെങ്കിൽ, യേശുവിനാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയ സഭ എത്രമാത്രം ഗൗരവത്തോടെ അത് ചെയ്യേണ്ടതുണ്ട്. അടുത്തത്, അവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സഭയ്ക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു കാരണം കൊണ്ട് ഒരു വിഷയം എടുത്തിട്ട്, തൻ്റെ സഭയ്ക്ക് പോലും ചെയ്യാൻ കഴിയാത്ത ഒരു വിഷയം എടുത്തിട്ടിട്ട് നാഷൻസിനെ, രാജ്യങ്ങളെ ദൈവം ഒരിക്കലും ജഡ്ജ് ചെയ്യത്തില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തൻ്റെ സഭയ്ക്ക് പോലും ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യമെടുത്തിട്ട് എന്ത് നേഷൻസിനെ ജഡ്ജ് ചെയ്യാൻ അത്രമാത്രം ക്രൂവലല്ല നമ്മുടെ ദൈവം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. അതുകൊണ്ട് തന്നെ സഭ ഇതിൽ നിന്ന് എക്സംപ്റ്റഡ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാര്യം, നമ്മൾ അന്ന് സഭ എന്ന് പറയുന്നവർ അന്ന് എടുക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇതിൽ നിന്നും നമ്മൾ ചില കാര്യങ്ങൾ പഠിക്കേണ്ടത് ആവശ്യമാണ്. അതായത് സഭ യേശുവിൽ വിശ്വസിച്ചതുകൊണ്ട് ഞാൻ ഈ കാര്യങ്ങളൊന്നും ചെയ്തില്ലേലും കുഴപ്പമില്ല എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. അവിടെ ചെന്നപ്പോൾ ഞാനും എൻ്റെ ഭാര്യയും പറയുന്നത് എന്താ, ഭാഗ്യം, നമ്മൾ യേശുവിനെ അങ്ങ് രക്ഷിതാവായി സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ഇതൊന്നും അനുഭവിക്കേണ്ടി വന്നില്ല എന്ന് പറയുന്ന രീതിയിൽ
നമ്മൾ അവിടെ കാണപ്പെടാൻ എനിക്ക് തോന്നുന്നില്ല യേശു ഈസ് ഇൻട്രസ്റ്റഡ്. ഹല്ലേലൂയ. എന്താ കാരണം? നമുക്ക് യേശുവിൻ്റെ പഠിപ്പിക്കലുകൾ നമുക്ക് എടുത്തു നോക്കിയാൽ നമുക്കറിയാം ഞാനും നിങ്ങളും എങ്ങനെയാ ആകേണ്ടത് എന്ന്. യോഹന്നാൻ്റെ സുവിശേഷം 13-ാമത്തെ അധ്യായം അതിൻ്റെ 34-35 വാക്യങ്ങൾ വായിച്ചാട്ടെ. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. അപ്പോൾ പഴയതിൽ ഇല്ലാത്തതായ, അതുകൊണ്ടാണല്ലോ പുതിയതെന്ന് യേശു പറഞ്ഞത്. ഒരു പുതിയ കൽപ്പന തന്നിരിക്കുക. അപ്പം നമ്മൾക്ക് പുതിയ നിയമത്തിലെ സഭയുടെ ഏറ്റവും കാതൽ എന്ന് പറയുന്നത് ഒരു പുതിയ നിയമം തന്നിട്ടുണ്ട്. അതെന്താണ്? നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നൊരു പുതിയ കൽപ്പന. ഇത് പഴയ നിയമത്തിലെ ആളുകൾക്ക് ഇല്ല. ഈ പുതിയ ഇത് ലഭിച്ചത് ആർക്കായിരിക്കും? സഭയാണ് അത് ഏറ്റെടുക്കുന്നത്, അല്ലേ? യേശു പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ ഏറ്റെടുക്കുന്ന ആരാണ്? വിശ്വസിക്കാത്തവരെന്തായാലും ഏറ്റെടുക്കുന്നില്ല. ഏറ്റെടുത്ത സഭ എങ്ങനെയാണ് ജീവിച്ചത്? അതാണ് ചോദ്യം. അപ്പോൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയ കൽപ്പന. ഇനി അടുത്ത വാക്യം എന്താ? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിലും സ്നേഹിക്കണം. അപ്പോൾ യേശു എന്തിനാ ഇത് കാണിച്ചു തന്നത്? മാതൃക. ഞാൻ നിങ്ങളെ സ്നേഹിച്ചത് ചുമ്മാ നിങ്ങൾ ആ സ്നേഹം അനുഭവിച്ച് നിങ്ങൾക്ക് അത്യാവശ്യത്തിനെല്ലാം സുഭിക്ഷയായി ഭക്ഷണം കിട്ടി, നിങ്ങളൊക്കെ നടന്നു, അത് നിങ്ങളൊന്ന് സംതൃപ്തിപ്പെടുത്താനാ ഞാൻ ഈ സ്നേഹിച്ചത് എന്നതാണോ യേശു പറയുന്നത്? അല്ല, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതിന് മറ്റൊരു ഉദ്ദേശമുണ്ട്. നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കണം. പക്ഷേ എൻ്റെ സ്നേഹം നിങ്ങളുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കി മറ്റുള്ളവരെ കൂടെ അത് അനുഭവിപ്പിക്കണം. അടുത്ത വാക്യം. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ എന്ന് ഏവരും അറിയും. അപ്പം ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയണമെങ്കിൽ നമ്മൾ കൈ കൊട്ടി പാട്ടുപാടി എന്നൊന്നും പറഞ്ഞുകൊണ്ടായില്ല. നമ്മൾ ഈ സ്നേഹം നമ്മൾ അപ്ലൈ ചെയ്യുകയാണ്. ഏത് സ്നേഹമാണ്? യേശു നമ്മെ സ്നേഹിച്ച അതേ സ്നേഹം നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം നമ്മൾ യേശുവിൻ്റെ ശിഷ്യന്മാരാണെന്ന്. യേശു ഇവിടെ നിന്ന് പോകുമ്പോൾ കൊടുത്ത കൽപ്പന എന്താണ്? അല്ലെങ്കിൽ ഗ്രേറ്റ് കമ്മീഷൻ എന്ന് നമ്മൾ പറയുന്നത്, നിങ്ങൾ സകലരെയും എൻ്റെ ശിഷ്യരാക്കിക്കൊള്ളുവിൻ. അപ്പോൾ ഈ ശിഷ്യർ എന്ന് അറിയുന്നത് എങ്ങനെ? മുങ്ങിയത് കൊണ്ടാണോ? പൊങ്ങിയത് കൊണ്ടാണോ? അതൊന്നുമല്ല. അറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുവിൻ്റെ ഈ സ്നേഹം നമ്മിൽ ഉണ്ട് എങ്കിൽ ശിഷ്യരാണെന്ന് അറിയാം എന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി അപ്പോൾ നമ്മുടെ വിഷയം എന്താണ്? ഈ യേശു പറഞ്ഞ കാര്യങ്ങൾ സഭയ്ക്ക് ബാധകമാണോ എന്നതാണ്. അപ്പോൾ യേശുവിൻ്റെ പഠിപ്പിക്കലുകൾ ഇതായിരുന്നു. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം, നിങ്ങൾ എന്ന് വെച്ചാൽ മറ്റുള്ളവരെ നിങ്ങൾ കാണണം, അവരുടെ ആവശ്യങ്ങളെ നിങ്ങൾ അറിയണം എന്നതായിരുന്നു. ഇനി എങ്ങനെയാണ് സഭ തുടങ്ങിയത്? സഭ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്? അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം വായിച്ചാട്ടെ. അതിൻ്റെ 44 മുതൽ 47 വരെയുള്ള വാക്യങ്ങൾ. വിശ്വസിച്ചവർ ഏവരും ഒരുമിച്ച് സകലവും പൊതുവക എന്ന്. എന്താ ഇത്? വിശ്വസിച്ചവർ ആദ്യം തന്നെ ചെയ്യുന്നത് എന്താണ്? ഒരുമിച്ചിരുന്ന് സകലവും പൊതുവക എന്ന് എണ്ണി. പിന്നെ ജന്മഭൂമിയും വസ്തുക്കളും വിറ്റ് അവനവന് ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിട്ടു കൊടുത്തു. ഇതും യേശുവിൻ്റെ ജഡ്ജ്മെന്റ് വിഷയവുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? സ്തോത്രം. അല്ല, ഈ ശിഷ്യന്മാർക്ക് എങ്ങനെയാ ഇത് കിട്ടിയത്? പെട്ടെന്ന് വിശ്വസിച്ചവരെല്ലാവരും കൂടെ എന്തോ ചെയ്തെന്ന് പറഞ്ഞേ? തങ്ങൾക്കുള്ളതെല്ലാം വിറ്റ് അവരവരുടെ ആവശ്യങ്ങളനുസരിച്ച് എല്ലാവർക്കും കൊടുത്തെന്ന്. അതെങ്ങനെയാ? അതെന്താ കാരണം? പെട്ടെന്ന് ഹോളി സ്പിരിറ്റ് വന്നപ്പോൾ അവർക്ക് തോന്നിയതാണോ? അല്ല. 3.5 വർഷം അവർ യേശുവിൻ്റെ കൂടെ നടന്നപ്പോൾ അവർക്ക് മനസ്സിലായി സഭ എങ്ങനെ വേണമെന്ന്. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? അപ്പോൾ തന്നെ അവർ സഭ ആരംഭിച്ചു. എങ്ങനെ ആരംഭിച്ചത്? തങ്ങൾക്കുള്ള വായിച്ചു തീർത്താട്ടെ. ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിന്റെ കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തു. ഇതാണ് സഭ. ഇത് കണ്ടുകൊണ്ട് വേണം രക്ഷിക്കപ്പെടാൻ. വെറും മുങ്ങിയതുകൊണ്ടായില്ല.
അന്ന് രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ സഭയോട് ചേരുക എന്ന് പറഞ്ഞാലേ അവർ ചെയ്യുന്നത് സഭയോട് ചേരുക എന്തൊക്കെ ഇന്ന് ചോദിക്കുക എന്താ വേണ്ടേ, നീ വന്നിട്ടൊന്ന് എങ്ങനെയെങ്കിലും ഒന്ന് മുങ്ങണം, എന്നിട്ട് പിന്നെ നീ കുറേ നേരം നിങ്ങൾ പ്രാർത്ഥിക്കാം, കുറച്ച് ദിവസമൊക്കെ പ്രാർത്ഥിക്കാം, പരിശുദ്ധാത്മാവിന് വേണ്ടി കിട്ടിയാൽ കിട്ടിയില്ലേ പോട്ടെ. അപ്പോൾ അതാണെന്നൊക്കെയാണ് നമ്മുടെ വിചാരം. അന്ന് അങ്ങനെയല്ല, ആദ്യം ചോദിക്കും ഇത് വേണം, പിന്നെന്താ ചെയ്തേ, പിന്നെ ഞങ്ങൾക്കുള്ളതെല്ലാം വിറ്റു, എന്നിട്ട് അത് എല്ലാവർക്കും കൂടെ പങ്കുവെച്ചു. ആണോ, എന്നാൽ ഞാനും ഉണ്ടെന്ന് പറയുന്നവൻ ആ സഭ. ദിനം പ്രതി സഭ വർദ്ധിച്ചു കൊണ്ടിരുന്നു. എന്താ 2000 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ സീരിയസ്നെസ് ഒക്കെ അങ്ങ് പോയോ? ഞാനും നിങ്ങളും വളരെ സീരിയസോടെ കാണേണ്ട വാക്യങ്ങളായത്. സ്തോത്രം. വർഷം അവസാനിക്കാരായി, 25 തുടങ്ങാറായി. നമ്മളൊരു തീരുമാനത്തോടെയൊക്കെ മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ്. തന്നിട്ടുണ്ടെങ്കിൽ, ദൈവം തന്നിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ആരും പിടിച്ച് മുറുക്കി വയ്ക്കൊന്നും വേണ്ട കേട്ടോ, കുറച്ചൊന്ന് അയച്ചു പിടിക്കുന്നത് നല്ലതാണ്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ പറഞ്ഞ് സഭ ആരംഭിച്ചത് ഇങ്ങനെയാണ്. ഇനി അത് കഴിഞ്ഞു, ആരംഭിച്ചു കഴിഞ്ഞു. ഇനി സഭയെ പഠിപ്പിച്ചത് എന്തൊക്കെയാ? സഭ ആരംഭിച്ചു, പിന്നെ പഠിപ്പിച്ചത് എന്തൊക്കെയാണ്? നമുക്കൊന്ന് വായിച്ചു നോക്കാം. കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 12, 13, 14 വാക്യങ്ങൾ വായിച്ചാൽ. അതുകൊണ്ട് ദൈവത്തിന്റെ വൃദ്ധന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ട ചില ക്വാളിറ്റീസ്. മനസ്സലിവ്, ദയ, കരുണ, സൗമ്യത, ദീർഘക്ഷമ, ഇതൊക്കെ വെച്ചുകൊണ്ട് പിന്നെ അതിൻ്റെ അടുത്തത് അന്യോന്യം പൊറുക്കുകയും ഒരുവനോട്. അപ്പോഴേക്കും സഭയിൽ വേറെ കുറേ കാര്യങ്ങളൊക്കെ കയറി വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് അതും പറയുന്നത്. അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുക. ഇതൊന്നും ആദ്യത്തെ സഭയ്ക്ക് ബാധകമല്ലായിരുന്നു. അവർക്ക് തങ്ങൾക്കുള്ളതെല്ലാം വിറ്റ് കൊടുത്ത് അങ്ങ് പങ്കുവെച്ചാൽ മതിയായിരുന്നു. ഇവിടെ വരുമ്പോഴേക്കും വേറെ കുറേ ജീവികൾ സഭയുടെ ഉള്ളിലുണ്ട്. അപ്പോൾ പറയുകയാണ്, നിങ്ങൾ എന്തോ ചെയ്യണം? അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവൻ വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവിൻ. കർത്താവ് ക്ഷമിച്ചതുപോലെ നിങ്ങളും ക്ഷമിക്കുക. അടുത്ത വാക്യം കൂടെ. എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പിൻ. എല്ലാത്തിനും മീതെ സമ്പൂർണതയുടെ, ഹല്ലേലൂയ, ബന്ധമായ സ്നേഹം ധരിപ്പിൻ. ഇത് സഭയോട് പറയുന്നതാണ്. ഈ സഭയാണ് യേശു ജഡ്ജ് ചെയ്യുമ്പോൾ അവിടെ എടുക്കപ്പെട്ടിരിക്കുന്നത്. ഞാനും നിങ്ങൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. അടുത്ത വാക്യം കൂടെ വായിച്ചാട്ടെ. 1 യോഹന്നാൻ 3:16-17. അവൻ നമുക്ക് വേണ്ടി തന്റെ പ്രാണനെ വെച്ചുകൊണ്ടതിനാൽ നാം സ്നേഹം എന്ത്. അപ്പൊ സ്നേഹം എന്ത് എന്ന് നമ്മൾ കണ്ടു. നമ്മൾ നേരത്തെ വായിച്ചു, എല്ലാത്തിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പിൻ. ഇനി ഈ സ്നേഹം എന്താണ് എന്ന് നമ്മൾ കണ്ടു. യേശു എന്താ പറയുന്നത്? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹിക്കുവിൻ. എന്താണെന്ന് ഈ വാക്യത്തിൽ പറയുന്നത്? അവൻ നമുക്ക് വേണ്ടി തന്റെ പ്രാണനെ വെച്ചുകൊണ്ടതിനാൽ നാം സ്നേഹം എന്ത് എന്ന് അറിഞ്ഞിരിക്കും. അപ്പൊ സ്നേഹം എനിക്കൊന്നും അറിയത്തില്ല എന്ന് ആരും പറയണ്ട. സ്നേഹം എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ലെങ്കിൽ, എനിക്കും അറിയത്തില്ലെങ്കിൽ, യേശുവിങ്കിലേക്കൊന്ന് നോക്കിയാൽ മതി, കുരിശിലേക്കൊന്ന് നോക്കിയാൽ മതി, അറിയാൻ പറ്റും സ്നേഹം എന്താണെന്ന്. എന്നിട്ട് അവിടെ നിന്ന് പഠിക്കാൻ, ഹല്ലേലൂയ, എന്നോടും നിങ്ങളോടും പറയുക സ്നേഹം എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത്, നാമും സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കേണ്ടതാകുന്നു. ശരിയാ, നടന്നതാ. ഞാനും നാമും ഇതുപോലെയൊക്കെ ചെയ്യേണ്ടതാണെന്ന് സഭ. ഏത് സഭയാ? കർത്താവ് വരുമ്പോൾ എടുക്കപ്പെടുന്ന സഭയെക്കുറിച്ചാണ് ഞാനീ പറയുന്നത് കേട്ടോ. സഭ എന്ന് പറഞ്ഞ് ഇവിടെ കളിച്ച് നടക്കുന്നവരുടെ കാര്യമല്ല ഈ പറയുന്നത്. യേശു വരുമ്പോൾ എടുക്കപ്പെടുന്ന സഭയുടെ ചില ഗുണങ്ങളാണ് ഇവിടെ പറയുന്നത്. ഞാനും നിങ്ങളും ഒരുങ്ങിയാൽ എനിക്കും നിങ്ങൾക്കും നല്ലത്. വായിച്ചോ. എന്നാൽ ഈ ലോകത്തിലെ വസ്തുവകയുള്ളവൻ ആരെങ്കിലും തന്റെ സഹോദരന് മുട്ടുണ്ടെന്ന് കണ്ടിട്ട് അവനോട് മനസ്സലിവ് കാണിക്കാതിരുന്നാൽ ദൈവത്തിന്റെ സ്നേഹം അവനിൽ എങ്ങനെ വസിക്കും? അപ്പോൾ ഇതൊക്കെ പഠിച്ച് നല്ല അറിവ് നേടിയവനാ സഭ. ഇവനാണ് അന്ന് ജഡ്ജ് ചെയ്യുമ്പോൾ സർപ്രൈസായിട്ട് നിൽക്കണത്. എന്ത്, ഇങ്ങനെയൊക്കെ ചെയ്യണമായിരുന്നോ എന്ന് ചോദിക്കുന്നത്. വേറെ ആരുമില്ല, ഞാനും എൻ്റെ ഭാര്യയാണ്. അപ്പോൾ നമുക്ക് വളരെ കെയർഫുള്ളായിട്ട് സഭയെ എന്ന് പറയാൻ, സഭയുടെ അംഗമാണെന്ന് പറയാൻ ഞാനും നിങ്ങളും യോഗ്യതയുണ്ടോ എന്ന് നമുക്ക് നല്ലതുപോലെ ഒന്ന് ശോധന ചെയ്യാം. സ്തോത്രം.
അപ്പോൾ ഈ ലോകത്തിലെ വസ്തുവകയുള്ളവൻ ആരെങ്കിലും, എന്തെങ്കിലും ആയിക്കോട്ടെ നമുക്കുള്ളത്, ഇതല്ലേ ആദ്യത്തെ ചർച്ച ചെയ്തത്. തങ്ങൾക്കുള്ളതെല്ലാം വിറ്റ് കൊടുത്തു. ദൈവത്തിൻ്റെ സ്നേഹം എങ്ങനെ ഒന്ന് വായിച്ചു തന്നൂടെ? മനസ്സലിവ് കാണിക്കാഞ്ഞാൽ അവൻ നമുക്ക് വേണ്ടി തന്റെ പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ നാം സ്നേഹം എന്തെന്ന് അറിഞ്ഞിരിക്കുന്നു. നാമും സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കേണ്ടതാകുന്നു. എന്നാൽ ഈ ലോകത്തിലെ വസ്തുവകയുള്ളവൻ ആരെങ്കിലും തന്റെ സഹോദരന് മുട്ടുണ്ടെന്ന് കണ്ടിട്ട് അവനോട് മനസ്സലിവ് കാണിക്കാതിരുന്നാൽ ദൈവത്തിന്റെ സ്നേഹം അവനിൽ എങ്ങനെ വസിക്കും? അപ്പോൾ ആരെങ്കിലും കാണാൻ നിന്ന് കഴിഞ്ഞ് കാണാതിരിക്കാണ്ട് ഓടുക ചിലവർ. അവന് എന്തെങ്കിലും ആവശ്യമുണ്ടെന്നെങ്ങാനും എനിക്ക് തോന്നിയാലോ അധികം നേരം നിൽക്കണ്ട, അങ്ങ് മാറിപ്പോക്കോ വേഗം എന്ന് പറയും. ഇനിയിപ്പോൾ അവൻ്റെ ആവശ്യം ഉണ്ടെന്ന് നിൻ്റെ മനസ്സിലെങ്ങാനും തോന്നിക്കഴിഞ്ഞാൽ പെട്ടു, വേഗം അങ്ങ് പൊക്കോ. അല്ല, അപ്പം നിനക്കൊന്ന് തോന്നിയാലും നീ ഒരു കാര്യം ചെയ്യും, കോർട്ടിലൊക്കെ പോയിട്ട് ഒന്ന് ചോദിക്കുക, അവൻ ശരിക്കും അവൻ ആവശ്യമുള്ള ആളാണോ, അവൻ അതിന് യോഗ്യതയുണ്ടോയെന്നൊക്കെ ഒക്കെ അന്വേഷിച്ചിട്ട് എന്നാൽ പിന്നെന്താ ആയിക്കോളട്ടെ, എന്താ കാര്യം, നമുക്ക് ഇവിടുന്ന് പിടിവിടാൻ മനസ്സില്ല. സഭയാണ് കേട്ടോ ഞാനും നിങ്ങളും. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ നമ്മളോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം അവനിൽ എങ്ങനെ വസിക്കും? ഒരു വാക്യം കൂടെ വായിക്കാം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6:2. തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പീൻ, ഇങ്ങനെ ക്രിസ്തുവിന്റെ ന്യായപ്രമാണം നിവർത്തിപ്പീൻ. ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം, ക്രിസ്തുവിനൊരു ന്യായപ്രമാണമുണ്ട്. എന്താണെന്നറിയാമോ? തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പിൻ. ഇല്ലാത്തവനും കൂടെ ചില ഭാരങ്ങൾ ഇട്ട് കൊടുക്കാമെന്ന് നമ്മൾ പഠിച്ചിരിക്കണേ അല്ലേ? അവൻ ചുമ്മാ നടക്കുന്നവൻ, അവനെക്കുറിച്ച് 2 ഏഷ്യനെയൊക്കെ പറഞ്ഞ് അവനത് കേൾക്കുമ്പോൾ അയ്യോ, ഇല്ലാത്ത ഭാരവും കൂടെ നമ്മുടെ തലയിൽ വെച്ച് തരുന്ന അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, മിടുക്കന്മാരെ, അതിന് ഡോക്ടറേറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമക്കാൻ എത്ര പേര് പഠിച്ചിട്ടുണ്ട്? ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിപ്പിൻ. സ്തോത്രം. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇത് സഭ എന്ന് പറയുന്നിടത്തും നടക്കാതിരുന്നത് കൊണ്ടല്ലേ അപ്പസ്തോലനായിരുന്ന പൗലോസ് 1 കൊരിന്ത്യർ 11 17 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നേ. എന്തു പറഞ്ഞു? എന്നിട്ട് എന്തു ചെയ്തു? അവിടെ കർത്താവിൻ്റെ മരണത്തെ ഒന്നും കൂടെ കാണിക്കുക ചെയ്യുന്ന അപ്പസ്തോലനായ പൗലോസ്. നിങ്ങൾ കൂടി വരുന്ന നന്മയ്ക്കല്ല, ഒരുവൻ വിശന്നും ഒരുവൻ ലഹരി പിടിച്ചും ഇരിക്കുന്നു. സന്തുലിതാവസ്ഥയില്ല. നിങ്ങൾ മറ്റുള്ളവൻ്റെ ആവശ്യങ്ങൾ അറിയുന്നില്ല. അതുകൊണ്ട് നിങ്ങളെ ഞാൻ ഇതിൽ പുകഴ്ത്തുന്നില്ല. നിങ്ങൾ വരുന്നത് നന്മയ്ക്കല്ല, തിന്മയ്ക്കത്രേ. ഇതൊക്കെ പറഞ്ഞിട്ട് അപ്പോസ്തലനായ പൗലോസ്, ഇന്ന് നമ്മളത് ഹോളി കമ്മ്യൂണിയൻ എന്ന് പറഞ്ഞുകൊണ്ട് വായിച്ചുകൊണ്ട് വളരെ ഭക്തിയോടെയാണ് നമ്മളതൊന്ന് കൊണ്ടാക്കുന്നത്. പക്ഷേ നമ്മളെ പ്രബോധിപ്പിക്കുന്നത് എന്താണ്? യേശു എന്താ നമ്മളെ പഠിപ്പിച്ചത്? ഇന്ന് നമ്മൾ ഇതൊക്കെ ചെയ്യണം എന്ന് അറിഞ്ഞിട്ടും നമ്മൾ ചെയ്തിട്ടുണ്ടോ? അന്ന് ഇതൊന്നും അറിയാതെ ചെയ്തവർ ചിലരുണ്ടായിരുന്നു. അവരിൽ നിന്ന് കർത്താവ് അത് എക്സ്പെക്റ്റ് ചെയ്തെങ്കിൽ തൻ്റെ സഭയിൽ നിന്ന് അവൻ എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുക? സ്തോത്രം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം. ചില കാര്യങ്ങൾ നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം. ഒന്ന്, സ്തോത്രം, ഈ വലതുഭാഗത്ത് നിന്നവർ ചെയ്ത കാര്യങ്ങൾ ഞാനും നിങ്ങളും ചെയ്യണമെന്ന്, സഭ ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിച്ചിട്ടുണ്ടോ? ഒന്നാമത്തെ ചോദ്യം. ഉത്തരം യെസ്. കാരണം യേശു പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ലോകത്തിൻ്റെ ഉപ്പാകുന്നു, ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എന്നിൽ നിന്ന് വേണം ലോകം ഇത് കണ്ടു പഠിക്കാനായിട്ട്. ഒരു പക്ഷേ ചിലരിൽ നിന്ന് കണ്ടു പഠിച്ചത് കൊണ്ടായിരിക്കണം അന്ന് ചിലർ വലതുഭാഗത്ത് നിൽക്കുവാൻ യോഗ്യത നേടിയത്. അതുകൊണ്ട് തീർച്ചയായിട്ടും എൻ്റെ വിശ്വാസം, യേശു ഞാനും അതുപോലെ ചെയ്യണമെന്ന് എക്സ്പെക്റ്റ് ചെയ്തായിരുന്നു. കാരണം അവനോട് പറഞ്ഞത്, നീ ലോകത്തിൻ്റെ വെളിച്ചമാണ്, നീ ലോകത്തിൻ്റെ ഉപ്പാ, നിന്നെ കാണുന്നവർ വെളിച്ചം കാണണം.
നിന്നെ കാണുന്നവർ സ്വാദ് എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. രണ്ടാമത്തെ ചോദ്യം, അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ സഭയിൽ യേശുവിൻ്റെ ഈ ജഡ്ജ്മെൻറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഈ യേശുവിൻ്റെ ഈ ക്വസ്റ്റ്യൻ വെച്ചിട്ടും ഈ ജഡ്ജ്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ സഭയിൽ കേഴ്സിന് യോഗ്യതയുള്ളവർ ആരെങ്കിലും ഉണ്ടോ? എന്താ കേഴ്സ്? അന്നത്തെ കേഴ്സ് എന്തായിരുന്നു? ഈ നിങ്ങളുടെ മുന്നിൽ ഏറ്റവും ചെറിയവനായിട്ട് ഒരു ആവശ്യമുള്ളവനെ കണ്ടപ്പോൾ നീ അവന് വേണ്ടിയത് ചെയ്തില്ല എന്നുള്ളതാണ്. ഇന്ന് സഭ എന്ന് പറയുന്നിടത്ത് ഉണ്ടോ? ഞാനൊരു കാര്യം പറയാം, സഭ ഒരിക്കലും കേഴ്സിൻ്റെ കീഴിലല്ല. ഉറപ്പാണ്, അത് ഉറപ്പാണ്. പക്ഷേ ഇന്നൊരു മൂന്നാമത്തെ ഒരു ചോദ്യം കൂടെ ചോദിച്ച് ഞാൻ നിർത്താം. എന്താണെന്നറിയാമോ? മൂന്നാമത്തെ ചോദ്യം ഇതാണ്: ആർ വി റിയലി ദ പാർട്ട് ഓഫ് ദ ചർച്ച്? ഞാനും നിങ്ങളും സഭ എടുക്കപ്പെടും എന്നുള്ളത് വാസ്തവമാണ്. യേശുവിൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ അവർ ഈ യേശു ആഗ്രഹിച്ച ക്വാളിറ്റികൾ ഉള്ളവർ തന്നെയാകും എന്നുള്ളതും ഉറപ്പാണ്. ദ ഓൺലി ക്വസ്റ്റ്യൻ, am I a real part of the church? ഇല്ല എങ്കിൽ പൊങ്ങത്തില്ല. അതുകൊണ്ട് നമുക്ക് നല്ലപോലെ ശോധന ചെയ്യാം. ഇന്ന് ഒരു പാട്ട്, ഒരു ഇംഗ്ലീഷ് പാട്ടാണ് ഇതിന് ശേഷം പാടാനായിട്ട് ഞാൻ കുട്ടികളോട് പറഞ്ഞു. കഴിഞ്ഞ 2 ദിവസം മുന്നേ നമ്മൾ വീട്ടിൽ നമ്മുടെ ഫാമിലി പ്രെയറിൽ പാടിയപ്പോൾ എനിക്ക് തോന്നി ആ പാട്ട് നമുക്ക് ഇവിടെയും ഒരു സ്റ്റാൻസ 2 സ്റ്റാൻസ അത് ഇവിടെ പാടുന്നത് നല്ലതാണ് എന്ന് തോന്നിയതുകൊണ്ട് ഞാൻ ഐസംബറിനോട് പെർമിഷൻ മേടിച്ചു കുട്ടികൾ പാടാനായിട്ട്. സ്തോത്രം. ഞാൻ അവരെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. നമുക്ക് ഹല്ലേലൂയ നമ്മോട് തന്നെ ചോദിക്കാം. എക്സാമിൻ അവർസെൽഫ്. വചനം കേട്ട് ചെയ്യുന്നവൻ പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനാണ്. ചില വചനങ്ങളല്ല കേട്ടോ, അല്ലേ? 4 തൂണൊക്കെ ഉണ്ടെങ്കിൽ ഒരു തൂണ് നല്ല ഉറപ്പും ബാക്കിയെല്ലാം അല്ലാത്തതുമായി കഴിഞ്ഞാൽ വീടിൻ്റെ അവസ്ഥ നമുക്കറിയാമല്ലോ. അതുകൊണ്ട് വചനം കേട്ട് ബുദ്ധിമുട്ടുണ്ടാവും ചിലപ്പോൾ, അല്ലേ? പ്രയാസങ്ങൾ ചിലപ്പോൾ കാണും. നമ്മളെ കാഴ്ചപ്പാടുകൾക്ക് മാറ്റം വരുത്തേണ്ടി വരും. സഭയാണ് കേട്ടോ. സ്തോത്രം. നമുക്ക് ആ പാട്ടിൻ്റെ വരികൾ ഒന്ന് പാടാം. പാടുക മാത്രമല്ല, നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്ത് എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. എല്ലാവരും ചേർന്ന് പാടിയാട്ടെ. ലിറിക്സ് Increase my love. Help me to love with open arms like you do. Love that erases all the lies and sees the truth. ഈ സിമ്പിൾ ഇംഗ്ലീഷ് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. Oh, that when they look in my eyes, they would see you. എന്നെ നോക്കുന്നവർ കർത്താവിനെ കാണണം. ആമേൻ. ആമേൻ. എന്നെ കാണുന്നവർ ആ ദൈവത്തിന്റെ പിതാവിന്റെ സ്നേഹം കാണുന്നുണ്ടോ? Father's love with open arms like you do. Love that erases all the lines and sees the truth. Oh, that when they look in my eyes, they would see you. Even in just a smile, they
would feel the Father's love. കർത്താവേ, കൃപ. Just a smile, they would feel the Father's ഹല്ലേലൂയ, കർത്താവേ. love. അപ്പാ, ആ പിതാവിന്റെ സ്നേഹം എന്നിലൂടെ